ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു പ്രധാന ടോപ്പിക് ആയിട്ടുള്ള ലെൻസിനെ കുറിച്ചാണ്. ലെൻസ് ഗോള ഉപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. പ്രധാനമായും ഉപയോഗിക്കുന്ന ലെൻസുകൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ്. ഒരു ലെൻസിന്റെ മധ്യബിന്ദു അറിയപ്പെടുന്നത് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ പി ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലെൻസിന്റെ വശങ്ങൾ ഭാഗങ്ങളായിട്ട് വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിന്റെ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ സ്മാൾ ലെറ്റർ സി ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നു. ഒരു ലെൻസിന്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയെ മുഖ്യ അക്ഷം എന്ന് വിളിക്കുന്നു. അതായത് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. മുഖ്യ ഫോക്കസ് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം കേന്ദ്രീകരിക്കുന്ന മുഖ്യ അക്ഷത്തിലുള്ള ബിന്ദുവിനെയാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പ്രകാശിക രശ്മികൾ കേന്ദ്രീകരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ്? യഥാർത്ഥമായിട്ടുള്ളതാണ്. പ്രകാശ ഫോക്കസ് അതായത് മുഖ്യ ഫോക്കസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായിട്ട് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതനരശ്മിയുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. എന്താണ്? കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ആണ് ഈ ബിന്ദുവായിട്ട് വരുന്നത്. കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യ ആണ്. അപ്പോൾ കോൺകേവിൻ്റെത് മിഥ്യയും കോൺവെക്സിന്റെ ആണ് നമ്മൾ യഥാർത്ഥ ഫോക്കസ് എന്ന് പഠിച്ചത്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രകാശത്തെ ഒരു ബിന്ദുവിലോട്ട് കേന്ദ്രീകരിക്കാൻ കഴിയില്ല. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് പ്രകാശത്തെ നമ്മൾ ഒരു ബിന്ദുവിലോട്ട് കേന്ദ്രീകരിക്കുന്നത്. അടുത്തതായിട്ട് ഫോക്കസ് ദൂരത്തെക്കുറിച്ച് നോക്കാം. ഫോക്കൽ ലെങ്ത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം സ്മാൾ ലെറ്റർ എഫ് ആണ്. കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ സംരചന ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ്, കൺവേർജിംഗ് ലെൻസിനെ കുറിച്ച് നോക്കാം. കോൺവെക്സ് ലെൻസിന്റെ മറ്റ് പേരുകളാണ് സംരചന ലെൻസ് അല്ലെങ്കിൽ ഉത്തല ലെൻസ് എന്നൊക്കെ. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസിനെയാണ്. കോൺവെക്സ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രതിബിംബമാണ് കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്നത്. നേത്ര ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈ കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ നോക്കാം. ദീർഘദൃഷ്ടി അതായത് ഹൈപ്പർമെട്രോഫിയ പരിഹരിക്കാനായിട്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ലെൻസും കോൺവെക്സ് ലെൻസ് ആണ്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസായിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിലും നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. വാച്ച് നന്നാക്കാനായിട്ടുള്ള ലെൻസായിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. വാച്ച് നന്നാക്കാൻ ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. TV, ക്യാമറ, പ്രൊജക്ടർ എന്നിവയിൽ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ചെറിയ അക്ഷരങ്ങളെ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോഫിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ തന്നെ വെള്ളെഴുത്ത്, ഇംഗ്ലീഷ് പദം പ്രസ്ബയോഫിയ, പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്.
മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. വെള്ളെഴുത്ത് പ്രസ്ബയോഫിയ പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ് അല്ലെങ്കിൽ വിവ്രജന ലെൻസ് എന്താണെന്ന് നോക്കാം. കോൺകേവ് ലെൻസ് മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾക്ക് കനം കൂടിയിരിക്കുന്ന ലെൻസിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള പ്രതിബിംബമാണ് കോൺകേവ് ലെൻസിൽ നമുക്ക് ലഭിക്കുന്നത്. കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ ഹ്രസ്വദൃഷ്ടി അതായത് മയോഫിയ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. വാതിലിൽ കടപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസും കോൺകേവ് ലെൻസ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായിട്ട് ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസ് എവിടേക്കാണ് ഉപയോഗം? ഹ്രസ്വദൃഷ്ടി അതായത് മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസായിട്ട് ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസ് ആണ്. ഹോളോഗ്രാം എന്താണെന്ന് നോക്കാം. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ 3D ഇമേജ് എടുക്കുന്ന സാങ്കേതിക വിദ്യയെ ഹോളോഗ്രാം സാങ്കേതിക വിദ്യ എന്ന് പറയുന്നു. ഹോളോഗ്രാഫിയുടെ പിതാവാണ് ഡെന്നിസ് ഗാംബയർ. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകളെ കുറിച്ച് കൂടി നോക്കാം. ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. നമുക്കെല്ലാം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഹൈപ്പർമെട്രോഫിയയ്ക്കും പ്രസ്ബയോഫിയയ്ക്കും കോൺവെക്സ് ലെൻസ്, മയോപ്പിയ പരിഹരിക്കാനായിട്ട് കോൺകേവ് ലെൻസുമാണ് ഉപയോഗിക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം ആയപ്പോഴേക്കും സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചാണ് ന്യൂനതയായിട്ടുള്ള കണ്ണിന്റെ തകരാറ് നമ്മൾ പരിഹരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ലെൻസ് എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.